അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ സാധനം കഴിക്കാനാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ആനിമെ ഫാൻസിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ലിറ്റിൽ സോയിൽ പനമ്പള്ളി നഗറിൽ ആനിമെ ബേസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ലിമിറ്റഡ് മെനു വന്നിട്ടുണ്ട്. ആ മെനുവിലുള്ള ഒരു സാധനം കഴിച്ചു നോക്കാനാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് സംഭവം കേട്ടാ. അപ്പോൾ നറൂട്ടോ, അതുപോലെ തന്നെ ഡീമൺ സ്ലെയർ, വൺ പീസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നറൂട്ടോ, ഇത് ലൂഫി വൺ പീസിന്ന്, അത് നമ്മുടെ ഡീമൺ സ്ലെയർ, ഇത് സാഞ്ചിയാണെന്ന് തോന്നണ്ടല്ലേ, വൺ പീസിലെ സാഞ്ചിയാണെന്ന് തോന്നണം കണ്ടിട്ട്. ഇതാണ് ടാൻജിറോ, ഈ ക്യാരക്ടറിൻ്റെ പേര് ടാൻജിറോ. എനിക്ക് തെറ്റിയില്ല കേട്ടോ, സാഞ്ചി തന്നെയാണ്. ഇതാണ് മെനു കേട്ടോ, സ്പെഷ്യൽ മെനു. നമുക്ക് ഇന്ന് ഈ മെനു ആവശ്യമില്ല, ഈ മെനു നമ്മൾ ഓർഡർ ചെയ്യാൻ പോകണം. ഈ റെൻഗോക്കു എന്ന് പറയുന്നത് ആളാണ്, അനുവയ്ക്ക് ഒരാളെ അറിയില്ല എന്ന് തോന്നണത്. ലൂഫിനെയും എന്താണ് നറൂട്ടോനെയും നീ കണ്ടിട്ടുണ്ടാവും. ഫുഡ് ഞാൻ ഓർഡർ ചെയ്യാൻ പോണെന്ന് അറിയാമോ? ഊഹിക്കാം, ഒന്നൊന്ന് ഊഹിച്ച് ഇതിനകത്ത് ഏതായിരിക്കും ഞാൻ ഓർഡർ ചെയ്യാൻ പോണെന്ന്. അല്ല, നമ്മളെപ്പോഴും റാമനാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് ഇത്തവണ വ്യത്യസ്തമായ ഒരു സാധനം ഓർഡർ ചെയ്യാൻ പോകണം. റെൻഗോക്കൂസ് ബെൻറ്റോണ് ഓർഡർ ചെയ്യാൻ പോണത്. റാമ നമുക്ക് വേറെ ദിവസം വന്നിട്ട് കഴിക്കാം. റാമൻ എപ്പോഴും കഴിക്കണമല്ലോ ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് ദ ഫേമസ് ഇച്ചിറാക്കു റാമൻ. ഇതിനകത്ത് നറൂട്ടോമാക്കി ഉണ്ടെന്ന് തോന്നണ്. നറൂട്ടോമാക്കി ഉണ്ട് കേട്ടോ. ബീഫ്, ഇവിടെ പോർക്കില്ല. ചെന്നൈ ഔട്ട്ലെറ്റിൽ പോർക്കുണ്ട് കേട്ടോ, ബാംഗ്ലൂർ ഔട്ട്ലെറ്റും പോർക്കുണ്ട്. ഇത് ലൂഫി മീറ്റ് ഓൺ ദ ബോൺ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കച്ചുഡോൺ, നൈസ്. ഈ അനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഹീറോ അക്കാഡമി എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പേര് കേട്ടിട്ടുണ്ട് ഡിഷിൻ്റെ. ഇച്ചിറാക്കു പിന്നെ നമ്മുടെ സാധനമുള്ള രാത്തെ ബയോ റെൻഗോക്കൂടെ ബെൻഡോ എന്തായാലും കഴിച്ചു നോക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. അതിനകത്ത് ടോഫു ഉണ്ടാവും, കുറേ സാധനങ്ങളുണ്ട്, ടെമ്പൂര കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ടെറിയാക്കി ഗ്ലേസ്ഡ് ടോഫു കുറേ സാധനങ്ങളുണ്ട്, സുഷി റൈസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്യാം, അത് ബീഫ് ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ ഒണിഗ്രാസു സ്പിരിറ്റഡ് അവേ ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, കുറേ നാൾ ഞാൻ കാണണമെന്ന് വിചാരിച്ചൊരു സാധനമാണ്, അത് കണ്ടിട്ടില്ല. അത് സൂഷിയാണ് ബേസിക്കലി. അത് സാൽമൺ സൂഷി ഉണ്ട് കേട്ടോ, പ്രോൺ സാൽമൺ അടുത്തോട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വന്ന് കഴിക്കണമെങ്കിൽ സാൽമൺ തന്നെ കഴിക്കാൻ നോക്കുക. കാരണം സാൽമൺ എളുപ്പത്തിൽ കിട്ടുന്നൊരു മീറ്റും അല്ല, ഈ വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വേണം സാൽമൺ കഴിക്കാൻ. ലിറ്റിൽ സോയി എൻ്റെ അഭിപ്രായത്തിൽ വിശ്വസ്തമായ ഒരു സ്ഥലമാണ് സാൽമൺ കഴിക്കാൻ. ഇത് സാഞ്ചിയുടെ കോണമിയാക്കി, അത് ഒരു എപ്പിസോഡുണ്ട്, ആ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാധനം. അപ്പോൾ എന്തായാലും ഒക്കോണോമിയാക്കി അതാണ് അതിൻ്റെ കറക്റ്റ് പേരട്ടാ. ഞാൻ വൺ പീസ് മൊത്തം ഒന്നും കണ്ടു തീർത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. അത് സാൽമണിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്രയുള്ള മെനുവിൽ കുറച്ചൊരു ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, കുറച്ച് തമ്മിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫുഡ് ഐറ്റം അതാണ് കേട്ടോ. ബാക്കിയെല്ലാം 625 രൂപ മുകളിൽ റേറ്റ് വരുന്നതാണ്. ഇതിൻ്റെ സാൽമണിന് പോലും 525 റുപ്പീസേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ചീപ്പ്, ബട്ട് അതിൻ്റേതായ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നേ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ. വയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റാമൻ പറയാം, പക്ഷെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ വേറെ ദിവസം വന്നേ കഴിക്കുള്ളൂ കേട്ടോ. റാമൻ കഴിച്ചാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, അതൊരു കുഴപ്പം. ഞാൻ മെനു ഒന്നുകൂടി അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. മിക്കവാറും ഫുഡ് കിട്ടാൻ നല്ല സമയം എടുക്കുമെന്ന് തോന്നട്ടാ. നല്ല ആളാണ് ഇന്ന് 26 ഡിസംബറാണ്, ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം. ഞങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ ഇച്ചിറക്കൂർ റാമൻ ബീഫും കൂടി പറഞ്ഞു. പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആനിമേ മന്ത് ആണെങ്കിൽ പോലും ഡിസംബർ മാത്രമല്ല ജാനുവരി എൻഡ് വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാനം. അപ്പോൾ നമുക്ക് ഈ മെനു തീർക്കുകയും ചെയ്യാം. 2 തവണ കൂടെ വന്നു കഴിഞ്ഞാൽ 2 ഡിഷ് വീതം നമുക്ക് തീർക്കാം. 6 ഐറ്റം ഉള്ളു മൊത്തത്തിൽ. വേറെ സാധനം കാണിച്ചു തരാം. പൈററ്റ്സിൻ്റെ വൺ പീസിൻ്റെ എന്താണ് സിജിൽ, നറൂട്ടോയുടെ എന്താണ് ഇച്ചിറാക്കുറാമിൻ്റെ സിജിൽ, മറ്റേ അക്കത്സൂക്കിയുടെ സിജിൽ കേട്ടോ.
ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോൾ വന്നിരുന്നാലും അവർ കുടിക്കാൻ വെള്ളം തരും. ഏറ്റവും ബേസിക് മാനേഴ്സ് ഇന്ന റെസ്റ്റോറൻ്റാണ്, അതവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ലിറ്റിൽ സോയ് ഒരു പ്രീമിയം ടയർ റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെനു പ്രൈസിങ് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്കിത് ഓവർ പ്രൈസ്ഡ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യും. പക്ഷേ ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അതേസമയം നമ്മളിതിപ്പോൾ ജപ്പാനോ അല്ലെങ്കിൽ എന്താ പറയുക തായ്ലൻഡ്, മലേഷ്യ, പാനേഷ്യൻ കൺട്രികളിൽ പോയി കഴിക്കുമ്പോൾ വളരെ ചീപ്പസ്റ്റ് ഫുഡാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ദോശ ഇഡ്ഡലിക്കൊന്നും വലിയ പൈസ ഇല്ല. പക്ഷെ പുറഞ്ഞായിട്ട് പോയിട്ട് ദോശ ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിൻ്റേതായ വിലയുണ്ട്. ആ ഒരു സംഭവം തന്നെ. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, അത് തുറന്ന് പറയാനാണ്. ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ പ്രൈസിങ് എനിക്ക് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കണം. കേട്ടോ, ഒരു ഫ്രഷ് ലൈം സോഡയ്ക്ക് 175 റുപ്പീസാണ്. വാട്ടർ ആയാലും സോഡ ആയാലും അത് ലോകത്തെങ്കിലും അത്ര റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് പേഴ്സണലി അത് അക്സെപ്റ്റബിളേ അല്ല. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എയറേറ്റഡ് ബിവറേജസിൽ നിന്ന് ഒരു ഗ്ലാസ് തംസപ്പ് 95 റുപ്പീസിന് കഴിച്ചിട്ടുണ്ട്. ഒരുമാതിരി നമ്മുടെ മൾട്ടിപ്ലക്സിലുള്ള അവസ്ഥയാണ് എനിക്കിത് ഫീൽ ചെയ്യണത്. പേഴ്സണലി എനിക്ക് ഇവിടെ ഒട്ടും യോജിപ്പില്ലാത്ത ഒരു കാര്യം അതാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു ശോകം സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കണേ. ഇവിടുന്ന് ഡ്രിങ്ക്സ് ഐ നെവർ പ്രിഫർ ടു ഡ്രിങ്ക് എനിത്തിങ്, പക്ഷേ അതർ ദാൻ ദ വാട്ടർ. പക്ഷേ ഇത് ഞങ്ങൾക്ക് അത്രയും ഗ്യാസ് കയറിപ്പോയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എയറേറ്റഡ് ബിവറേജ് ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത്. ബോട്ടിൽ വാട്ടർ മാത്രമുണ്ട് 20 രൂപ കറക്റ്റ് റേറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കണം. അല്ലാതെ ബാക്കി എന്തെടുത്ത് നോക്കിയാലും മൊയ്റ്റോ ഒക്കെ 225. എനിക്ക് അത് ഒരു ഹൊറിബിൾ പ്രൈസിങ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തേക്കണം. നമ്മളാദ്യമായിട്ട് ഇവിടെ റാമൻ കഴിച്ചപ്പോഴേ ബീഫ് ഷോയു റാമൻ 425 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 625 ആയി. ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ പഴയ ലിറ്റിൽ സോയിൽ നിന്ന് കഴിക്കുമ്പോൾ 425 രൂപയായിരുന്നു. അതാണ് ഇപ്പോൾ 200 രൂപ കൂടിയേക്കണത്. 625 അല്ല 675 ചിക്കനാണ്. പക്ഷെ എൻ്റെ പൊന്നോ, ഞങ്ങളുടെ പഴയ വീഡിയോസ് ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. നമ്മൾ ആദ്യമായിട്ട് ലിറ്റിൽ സോയിൽ നിന്ന് റാമൻ കഴിക്കുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്രൈസിങ് കാണാൻ പറ്റും. ഞാൻ ബില്ലടച്ചതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് ചെയ്യാം എന്തായാലും. അതോർത്ത് കണ്ടു നോക്കാം, അപ്പോൾ മനസ്സിലാവും. എനിക്കൊന്ന് 1 കൊല്ലം ഗ്യാപ്പിലാണെന്നുണ്ട്, 1-2 കൊല്ലം ഗ്യാപ്പിലാണ് ഇമ്മാതിരി പൈസ കൂടിയത്. ഒരു സങ്കടവും ഒരു വിഷമവും ഒരു എതിർപ്പും കൂടി എനിക്കുണ്ട് ഇവിടെ പോർക്ക് സെർവ് ചെയ്യാത്തതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റും ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ബാംഗ്ലൂരും ചെന്നൈ ഒക്കെ പോർക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതേ ഐറ്റംസ് നിങ്ങൾക്ക് പോർക്കിൽ അവൈലബിൾ ആണ്. വെജ്, ചിക്കൻ, ബീഫ് എന്ന് പറഞ്ഞാൽ അവിടെ പോർക്ക് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ റാമൻ സ്പെഷ്യലി നറൂട്ടോമാക്കി അല്ലെങ്കിൽ എന്താണ് ഈ ഇച്ചിറാക്കു റാമൻ ശരിക്കും വരേണ്ടത് നമ്മുടെ പോർക്കിലാണ്. കാരണം റാമൻ ഇസ് ബേസിക്കലി മെയ്ഡ് ഫ്രം പോർക്ക് ബെല്ലി. അതിൽ ആ മീറ്റ് ചാസു എന്ന് പറയും, പോർക്ക് ചാസു എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് പോർക്ക് ബെല്ലിയാണ്. ആ പോർക്ക് ബെല്ലി വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ മീറ്റ് ഉണ്ടാക്കേണ്ടത്. അതെനിക്കൊരു വലിയ സങ്കടമാണ് കേട്ടോ സത്യം പറയാം. കാരണം അതിൻ്റെ ഓത്തൻറ്റിക് ഇച്ചിറാക്കു റാമൻ ഫീല് നഷ്ടപ്പെട്ടു അതിൽ തന്നെ, പോർക്കില്ലാത്തതുകൊണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജപ്പാനിലാണെങ്കിൽ പോലും പോർക്കാണ് മീറ്റ് യൂസ് ചെയ്യുന്നത്. പോർക്ക് ബെല്ലിയാണ് പോർക്ക് ചാസു എന്നുള്ള പേരിൽ റാമനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓത്തൻറ്റിക് റാമൻ, ഒരു ആനിമി ബേസ് ആണെങ്കിൽ പോലും ഇച്ചിറാക്കു റാമൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സെർവ് ചെയ്യണമെങ്കിൽ പോർക്ക് വെച്ച് വേണം സെർവ് ചെയ്യാൻ. അതിപ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ ഉണ്ട്, ഇവിടെ ഇല്ല. ഈ ഹലാൽ എന്നുള്ള കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർക്കില്ലാതെ പോണത്. അപ്പോൾ നമ്മുടെ ഇച്ചിറാക്കു റാമൻ വന്നിട്ടുണ്ട്, കാണാൻ കൊള്ളാം. പക്ഷെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അതുപോലെ ബെൻറ്റോ ബോക്സും വന്നിട്ടുണ്ട്. ബെൻറ്റോ ബോക്സ് തുറന്നിട്ടില്ല, ഒന്ന് തുറന്നു കാണിച്ചേ. ഓക്കെ, കാണാനൊക്കെ കൊള്ളാം. അത് കിംച്ചില്ല, ഗലങ്കല. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഇതിൽ ചെറിയ പ്രശ്നമുണ്ടോ, അതെന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതൊന്ന് കണ്ടു നോക്കിയേ, ഇത് കണ്ടു നോക്കിയേ. ശരിക്കുമുള്ള നറൂട്ടോമാക്കിയുടെ ലുക്ക് ഇതാണ്. അത് ഫിഷ് കേക്കാണ്. ഇത് ഫിഷ് കേക്കാണെന്ന് എനിക്കറിയില്ല, കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെയാണ് ശരിക്കും നറൂട്ടോമാക്കി ഇരിക്കേണ്ടത്. പക്ഷേ ഇത് നോക്കട്ടെ, കഴിച്ചു നോക്കാം. ഫിംഗേഴ്സ് ക്രോസ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓബിയസ്ലി നറൂട്ടോമാക്കി ഇതുവരെ കഴിച്ചിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടുത്തേക്ക് വാ. ഇത് കണ്ടിട്ട് സോസേജ് ആണെന്ന് തോന്നണം. ഫിഷ് കേക്ക് ആണോന്ന് അറിയില്ല. ഞാൻ ഇതൊരു ഫിഷ് കേക്ക് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലുക്ക് വെച്ച് മാത്രമേ പറഞ്ഞു കേട്ടോ.
നേരത്തെ നോക്കിയ പോലെ ഇല്ല എന്നുള്ളത്. അവിടെ അടുത്തേക്ക് കാണിക്കും. മീറ്റ് ഷ്രെഡഡ് ബീഫാണ്. പിന്നെ നൂറി ഷീറ്റ് സീവീഡ് ഉണ്ട്, റാമൻ നൂഡിൽസ്, പിന്നെ ഇതൊക്കെ വെജീസൊക്കെ സ്പ്രിംഗ് ഓണിയനൊക്കെ. ഞാൻ ബ്രോത്തൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ ബ്രോത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ ബീഫ് ഷോയു റാമൻ പോലെ തന്നെ ഒരു ബ്രോത്ത്. നല്ലതാണ് ഒബ്വിയസ്ലി, പക്ഷെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന റാമൻ ഇതിനുള്ള വലിയ വ്യത്യാസം നോക്കി മനസ്സിലാവുള്ള. ഇതിനകത്ത് ഷിറ്റാക്കി മഷ്റൂമും ഇല്ല, അതല്ലാതൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാവുള്ള. ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കിത് മോർ ഓഫ് ആനിമി ലവേഴ്സ് ട്രിബ്യൂട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ജപ്പാനിൽ തന്നെ പോയി കഴിയുന്നുണ്ട്, എന്നാലേ നമുക്കിത് എന്താ പറയുക പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഓതൻറ്റിക് നിയർ ടു ഓതൻറ്റിക് ഒരു റാമൻ ഞാൻ കഴിച്ചേക്കുന്നത് മലേഷ്യ പോയപ്പോൾ ഒരു ജപ്പാൻ എന്നുള്ള ചേട്ടൻ ഉണ്ടാക്കി തന്നപ്പോഴാണ്. അപ്പോൾ അത് തന്നെയാണോ ഓതൻറ്റിക് എന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു നിയർ ടു ഓതൻറ്റിക് ഫീൽ എനിക്കറിയാം. ജപ്പാനീസ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കി തന്നുകൊണ്ട് നമുക്ക് ഓതൻറ്റിക് എന്ന് വിളിക്കാം. എന്നാലും ഞാൻ പറയണത് ജപ്പാനിൽ തന്നെ പോയി കഴിക്കില്ല, എന്നാലല്ലേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ടേസ്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ നൂഡിലും കൂടി ഒന്ന് കഴിച്ചു പോകട്ടെ. നല്ല നൂഡിൽസ്. ഈ ഇത് നോക്കി, ഇത് പൊടിഞ്ഞു പോയി. ഒന്നും കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ്. നാട്ടോമാക്കി ഇന്ന് പോട്ടെ. ഇത് ഫിഷിലാണ് ഉണ്ടാക്കിക്കണമെന്ന് തോന്നുന്നത്. ആണ് ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലത്. ബ്രോത്ത് കുടിച്ചിട്ട് ടേസ്റ്റുകളൊക്കെ ആ സാധനം നറുട്ടോമാക്കി എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല കേട്ടോ. ഇപ്പം എന്തായാലും അനുഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ. യൂഷ്വലി ഞങ്ങളിത് 1/2 ആക്കാറുണ്ട്, ഇത്തവണ അങ്ങനെ ചെയ്യണില്ല, നമുക്ക് അല്ലാതെ തന്നെ കഴിച്ചു തീർക്കാം. അല്ലേ സെയിം തന്നെയല്ലേ, എനിക്ക് വ്യത്യാസം തോന്നിയില്ല. ആ സാധനം ഒന്ന് കഴിച്ചു നോക്ക് നറുട്ടോമാക്കി. ഫിഷാണ്. ആ അവർക്ക് കുഴപ്പമില്ല, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ആ ആ എനിക്ക് ഉണക്കച്ചെമ്മീൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പക്ഷെ എന്നെ നോക്കണ്ട, നിങ്ങൾ അനുപയുടെ അഭിപ്രായം എടുത്താൽ മതി മീനിൻ്റെ കാര്യത്തിൽ. കാരണം ഒബ്വിയസ്ലി ഞാൻ ഫിഷ് കഴിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഫിഷ് സോസ് ചില ഡിഷിൽ ആഡ് ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. ഇപ്പോൾ മിക്ക തായ്ലൻഡ് ഡിഷിലും ഫിഷ് സോസ് ആഡ് ചെയ്യും, കൊറിയൻ ഡിഷിലും ഫിഷ് സോസ് ഒരുപാട് ആഡ് ചെയ്യും. അതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ. അതെ, നല്ല ക്വാളിറ്റി നൂഡിൽസാണ്. ഈ ബ്രോത്ത് തെറിപ്പിച്ചടിക്കണ. ബീഫ് സൂപ്പർ അല്ലേ? ആ മറ്റേ ഒരു സോയ് സോസിന്റെ ഒരു ഫ്ലേവർ അല്ലേ? അതെന്താണെന്നറിയില്ല, നോക്ക്. മഷ്റൂമാണോ? ആ ഷിറ്റക്ക മഷ്റൂം അല്ല എന്തായാലും, വേറെന്തോ മഷ്റൂമാണ്, ബട്ടർ മഷ്റൂമാണെന്ന് തോന്നുന്നുണ്ട്. ബാംബൂ ഷൂട്ട്സ് ഉണ്ട് അതിനകത്ത്. ബാംബൂ ഷൂട്ട്സ് ഞാൻ കണ്ടില്ലല്ലോ. ബാംബൂ ഷൂട്ട്സ് ആണ് മുറിച്ചിട്ടേക്കണത്. അത് ബാംബൂ ഷൂട്ട്സ് ആയിരിക്കും ചിലപ്പോൾ. ആ ബാംബൂ ഷൂട്ട്സ് ആയിക്കോട്ടെ ചിലപ്പോൾ അത്. ഓക്കെ, എന്തായാലും ആ ബാംബൂ ഷൂട്ട്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ബാംബൂല്ലേ അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു സംഭവം? നല്ല ഡിഷാണ്. വീഡിയോ എടുത്ത് തരുമെന്ന് വെച്ചപ്പോഴേക്കും ഒരാളവിടെ ഞമ്മ അടിച്ച് കയറ്റിയാണ്. ശരിക്കും നാറൂട്ട് കഴിക്കണ പോലെ തന്നെ നീ കഴിക്കണം. അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം തന്നെ ഞാൻ റൈസ് സ്റ്റിക്കി റൈസ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. സ്റ്റിക്കി റൈസ് ആയിരിക്കണം ഇതിനകത്ത്. ഇവർ മെനുവിൽ എന്താ എഴുതിയേക്കണമെന്ന് കൂടെ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. സീസണൽ സുഷി റൈസ് എന്ന് പറയണം. ആ അപ്പോൾ സ്റ്റിക്കി റൈസ് ആയിരിക്കണം അവിടെ. സുഷി റൈസ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്.
എള്ളും ചെറിയ രീതിയിൽ വറ്റൽമുളക് ഗോച്ചുകാരുവാണെന്ന് അറിയില്ല, ഒരു വറ്റൽമുളക് മിക്സ് ചെയ്താണോ കഴിക്കണ്ടേ? എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഇൻഡിവിജ്വലി ടേസ്റ്റ് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ശരിക്കും മിക്സ് ചെയ്താണല്ലോ കഴിക്കേണ്ടത്. ഗലങ്കൽ എങ്ങനെയാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഗലങ്കൽ ആക്ച്വലി ഇഞ്ചിയാണോ? ഒരു തരം ഇഞ്ചിയാണ്, ഒരു തരം ഇഞ്ചി ഇൻ ബ്രൈൻ വേണമെങ്കിൽ പറയാൻ എനിക്ക്. ഇതൊന്നും കഴിച്ചോട്ടെ കേട്ടോ, അറിയില്ല. നമ്മുടെ മഷ്റൂം എന്തെങ്കിലും ആയിരിക്കും, ബീഫ് ഇൻ മഷ്റൂം ആയിരിക്കും. ബീഫ് ഇൻ മഷ്റൂം സോസ് കണ്ടോ? ചൂട്. ഓ കിടിലമാണ്. ഇത് നിനക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ സ്റ്റേക്കിന്റെ മുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന സോസ് ഇല്ല, മഷ്റൂം സോസ് പോലത്തെ ഒരു സാധനം, പക്ഷെ ഒരു ഏഷ്യൻ ട്വിസ്റ്റ്. പൊളിച്ചു, അടിപൊളി. ടോഫുവാ. കുറെ പേര് തെറ്റിദ്ധാരണ ഉണ്ട്, പനീറും ടോഫും ഒന്നാണ്. നല്ല പനീർ വേറെ സാധനം, ടോഫു വേറെ സാധനം. ഇത് ടെമ്പൂര, ഓബ്വിയസ്ലി പ്രോൺസ് ആയിരിക്കണം, അല്ലെങ്കിൽ ചിക്കനാണോ എന്താണെന്ന് അറിയാം. നമ്മുടെ പ്രോൺസ് ടെമ്പൂരയാണ്. അത് ജാപ്പനീസ് ഒരു മെയിൻ സാധനമാണ്, അത് മെയിൻ സ്റ്റാർട്ടറാണ് പ്രോൺസ് വെച്ചുള്ള. പൊതുവെ വലിയ പ്രോൺസ് വെച്ചേക്ക് വരുമ്പോൾ ഏത് ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോലും നിങ്ങൾക്ക് ഇത് കാണാമല്ലോ, പ്രോൺസ് ടെമ്പൂര. നമ്മുടെ പ്രോൺസ് ബജിന്ന് വിളിക്കും. ഇത് കഴിച്ചോക്ക് നോട്ടേടാ. സോയ് സോസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പൊ ടോഫും സോയ് സോസാന്ന് മനസ്സിലായി. നോട്ടേടാ. ഇടലും ടോഫു നല്ല സോഫ്റ്റ് അല്ലേ. നിങ്ങൾക്ക് ടോഫു മേടിക്കണമെങ്കിൽ ഞാൻ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാം. നമ്മുടെ മോറിൽ എപ്പോഴും ടോഫു ഉണ്ടാവാറുണ്ട് പൊതുവെ. അതുപോലെ ചില സമയത്ത് നമ്മുടെ ലുലുലുണ്ട്, പിന്നെ ഹോസ്പിറ്റാലിറ്റി സ്റ്റോറിലും ഉണ്ടെന്നുണ്ട്. പനീറും ടോഫും സിമിലർ അല്ല, സെയിം അല്ല, നല്ല വ്യത്യാസമാണ്. ടോഫു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്, പക്ഷേ ഈസിലി അവൈലബിൾ അല്ല. കഴിച്ചു കൊടുക്കണം, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണോ? നല്ല കണ്ടിട്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് അല്ല, കാരണം ഇത് ഒരു സ്റ്റിർ ഫ്രൈഡ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിർ ഫ്രൈഡ് ടോഫു പോലെയാണ്, പക്ഷെ കൊള്ളാം, നല്ല രുചിയുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ സ്പെഷ്യലി ഒരു സാധനം കാണിച്ചു തരാം. അങ്ങനെ കഴിക്കാം. ഇതെടുത്ത് ഇരുന്നൂറ്റി പോകും. കൊള്ളാം, സാധനം കൊള്ളാം. ഒരു കംപ്ലീറ്റ് മീല് പോലെ. ഇവർ ബേസിക്കലി ജപ്പാനീസ് ഫുഡ് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ റാമൻ ഒരു ഫുൾ ഒരാൾക്കുള്ള ഒരു മീലാണ്. ഇത് ഒരു ലഞ്ച് ബോക്സ് മീൽ പോലെയാണ് ഈ സാധനം. ഒട്ടുമിക്ക എല്ലാ സാധനം ഇപ്പോൾ ഒരു സുഷി എന്ന് പറഞ്ഞാൽ ഒരു 6 സുഷി ഒറ്റ മീലാണ്, മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പോൾ കൊള്ളാം, സംഭവം കൊള്ളാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെനു ആണ്, ഡിഫറൻ്റ് ആണ്. അനുഭവിച്ചിട്ട് തുടങ്ങി എങ്ങനെയാണ്. എനിക്ക് ഉറപ്പായിരുന്നു അനുഭവം ആദ്യം തന്നെ ടോഫുവിലായിട്ടാണ് പോകാൻ പോണേന്ന്. ഞാൻ റൈസിൽ നിന്ന് തുടങ്ങിയതേ ടേസ്റ്റ് റൈസിൻ്റെ മനസ്സിലാവാതെ പോവില്ല, അതുകൊണ്ടാണ് ആദ്യമേ റൈസിൽ നിന്ന് തുടങ്ങിയത്. ടോഫു അടിപൊളിയാണ്, എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു. അത് പക്ക സോസിൽ സ്റ്റിർ ഫ്രൈ ചെയ്തേക്കണേണ്. ആ ടെമ്പൂര കഴിച്ചു നോക്ക്, എന്നിട്ട് സോസ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രോൺസിൻ്റെ ടേസ്റ്റ് കിട്ടാണ്ട് പോകും ചിലപ്പോൾ. പക്ഷെ അത് ഉടനെ കഴിക്കണമായിരുന്നു, ഇപ്പം ഒന്ന് സോഗിയായി പോയി. നല്ല മുരിമുരാന്നാണ് കഴിക്കേണ്ടത് ശരിക്കും. പ്രോൺസാണ് ഒരു ചെമ്മീൻ കൊതിയനോട് പ്രോൺസ് ആണോ എന്ന് ചോദിക്കണത് ഏത് വകയിലാണ്? ആ നടുഭാഗത്ത് നിന്ന് നടക്കായിരുന്നു, അപ്പൊ നിനക്ക് ആ ഫ്ലേവർ കിട്ടും. ഈ റൈസ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരി സെറ്റപ്പ് അല്ല ഇതിൻ്റെ. സൂപ്പർ അല്ലേ, വെറൈറ്റി അല്ലേ. ഗലങ്കല് നീ ലാസ്റ്റ് കഴിച്ചാൽ മതി, കാരണം ഗലങ്കല് ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്, ഞാൻ പറഞ്ഞത്. ഇനി ഒന്ന് ചോറല്ലാണ്ട് മറ്റേ ഇതൊന്നും കഴിച്ചു നോക്കിയേ, കറി. സൂപ്പറല്ലേ അത്, അടിപൊളി സാധനമാണ് അത്. ഓ തിരിച്ച് ചെയ്യണമായിരുന്നു.
റൈസ് എടുത്തിട്ട് നീ അതിൽ നിന്ന് മുക്കി ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ബേസിക്കലി എനിക്ക് കിട്ടൂലെന്ന് മനസ്സിലായി. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ അത്? എനിക്കും ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് 2 സാധനങ്ങളാണ്. ടെമ്പൂര നല്ലതാണ്, എല്ലാം നല്ലതാണ്, കൊള്ളാം, നല്ലതാണ്. ആ റൈസ് ഒരു പ്രത്യേക സ്റ്റിക്കി റൈസ് ഇത്തിരി കഴിച്ചാൽ തന്നെ വയറ് നിറയും. കൊറിയൻസ് അല്ല, ഇത് ജാപ്പനീസ് ആണ്. കൊറിയൻസ് സ്റ്റിക്കി റൈസ്. ചൈന, ജപ്പാൻ, കൊറിയ, തായ്വാൻ എല്ലായിടത്തും സ്റ്റിക്കി റൈസ് കിട്ടും. ഈവൻ നമ്മുടെ തായ്ലൻഡിലൊക്കെ സ്റ്റിക്കി റൈസ് ഭയങ്കര കോമൺ ആണ്. മലേഷ്യയിൽ സ്റ്റിക്കി റൈസ് അങ്ങനെ കോമൺ അല്ല. മാംഗോ സ്റ്റിക്കി റൈസ് അത് ഡെസേർട്ടാണ്. അതിവിടെ ഉണ്ട്, മാംഗോ സ്റ്റിക്കി റൈസ്. സീസൺ ഞാൻ കൺഫേം ചെയ്തത് ഇതാണ് കേട്ടോ, ബാംബൂ ഷൂട്ട്സ് തന്നെയാണ്. ഇന്നത്തെ അത്യാവശ്യം മീറ്റ് ഉണ്ട് കേട്ടോ റാമനിൽ. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കണ കേട്ടോ. ഇതൊരു രക്ഷയില്ല, കട്ട ഫാനായി ഈ സാധനത്തിൻ്റെ. എന്താ ടേസ്റ്റ്, നല്ല ചൂടും. കൊണ്ടുവന്നത് എത്ര നേരം എന്നിട്ടും ചൂടും, നല്ല ചൂട്. സാഞ്ചിയൊക്കെ നോക്കി വർദ്ധിപ്പിക്കുന്നു. സാഞ്ചിക്ക് ലോകത്തെ ഏറ്റവും നല്ല കുക്കാവണമെന്നാണ് ആഗ്രഹം. ഇതിനകത്ത് ഷിറ്റാക്ക മഷ്റൂം ഉണ്ട്. അതിലില്ല, പക്ഷെ ഇതിലുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞ റാമനിൽ ഷിറ്റാക്ക മഷ്റൂം വരുമ്പോ വേറെ ടേസ്റ്റാ. ഞാൻ നേരത്തെ പറഞ്ഞ ഷിറ്റാക്ക മഷ്റൂം തേച്ചാണ്. ഈ ഒരു ഗ്ലാസ് പെപ്സിക്കാണ് കേട്ടോ 95 രൂപ. ഒട്ടും നഷ്ടമാണത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ, വൻ നഷ്ടം. ഗ്യാസും ഉണ്ടായിരുന്നില്ല അല്ലേ. വീണ്ടും സൈക്കിൾ ചെയ്ത് ഇങ്ങനെ കഴിക്കണത് വേറൊരു സുഖം ഇല്ല. എന്തായാലും ഇന്നത്തെ താരം ഇവനാണ്, ഒരു രക്ഷയില്ല, വീട്ടില്. ഇതാണ് ഇന്നത്തെ താരം, ഈ സാധനം. ബിരിയാണിയുടെ കൂടെ പോലും കേരളത്തിൽ അങ്ങനെ മുട്ട കിട്ടാത്ത കാലത്ത് ജാപ്പനീസുകാർ നോക്കിക്കുക 2 ഡിഷിലും മുട്ട വന്നിട്ടുണ്ട്. റാമനിലും കിട്ടി മുട്ട, ബെൻഡോ ബോക്സിലും കിട്ടി മുട്ട. വീണ്ടും ഞങ്ങൾ സൈക്കിൾ ചെയ്തിരിക്കുന്നതാണ്. അവൾ പുറത്തും നൂഡിൽസും കൂടി ചേർത്തോളാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഫുൾ ഫിനിഷ് ചെയ്തോളാം. വലിയൊരു സംഭവം നമ്മുടെ ഭാഗത്ത് പറ്റി. നമ്മൾ ചോപ്സ്റ്റിക്സ് വെച്ച് അത് വെച്ച് വേണം കഴിക്കാമായിരുന്നു. എന്നാലും നമുക്ക് ചോപ്സ്റ്റിക്സ് വെച്ചിട്ടില്ല, അതേ പറഞ്ഞ് ചോദിച്ചിട്ട് അത് വെച്ച് വേണമായിരുന്നു കഴിക്കാമെന്ന്. അപ്പം നമുക്ക് ആ ഒരു കുറച്ചുകൂടി ഒരു ഒതന്റിക് ഫീൽ കിട്ടിയത്. ഈ എഗ്ഗ് പക്ഷേ ഹാഫ് ബോയിൽഡ് അല്ല കേട്ടോ. പൊതുവെ റാമനിൽ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ടീ എഗ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. അത് സോർട്ട് ഓഫ് ടീ എഗ് എന്ന് പറയാം, ഹാഫ് ബോയിൽഡ് എന്ന് പറയാം. ടീ എഗ് അല്ല, ടീ എഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ നിറത്തിയിരിക്കും, ചായ നിറത്തിലിരിക്കും, കട്ടൻ ചായയുടെ കളറിലിരിക്കും എഗ്ഗ്. അതല്ല സാധാരണ പുഴുങ്ങിയ മുട്ട. അപ്പം ഞങ്ങൾ വടിച്ച് തൂത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇനി 2 വരം കൂടി വരും ഈ മെനു തീർക്കാനായിട്ട്. ഇത് 2 കൂടെ പറഞ്ഞാൽ എഴുന്നേറ്റ് പോലെ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല. ഇത് ഭയങ്കര ഫില്ലിങ്, അത് പറയാം. ഇത് 2 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഫില്ലിങ്ങാ. സത്യം, ഇത് 2ഉം അൾട്രാ ഹെവി ഡിഷുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതും വേണ്ട. അടുത്ത നമ്മൾ ഇതും പറയാം. പിന്നെ വേറെ ദിവസം വന്നിട്ട് നമുക്ക് ഇതും പറയാം. ആക്ച്വലി ഞാനൊരു കാര്യം പറഞ്ഞുപോയി. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മെനുവിന് കൂടാണ്ട് ടാക്സും കൂടി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയേട്ടാ. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടാ, അതായത് പോർക്ക് സെർവ് ചെയ്യാത്തത് ഭയങ്കര കഷ്ടമായി പോയി. അപ്പോൾ സ്റ്റാഫ് തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ ഒരുപാട് ആൾക്കാർ പോർക്ക് കഴിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില കാരണത്താൽ, നിങ്ങൾക്ക് അറിയാലോ എന്താ കാരണം, ആ കാരണത്താൽ ഇവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നില്ലാണ്. പക്ഷേ അപ്പം ഞാനൊരു സജഷൻ പറഞ്ഞു, നിങ്ങളൊരു സെപ്പറേറ്റ് പോർക്കിന് വേണ്ടി ഒരു കട തന്നെ തുടങ്ങാൻ പറഞ്ഞു. അതായത് ഇവിടെ വന്നിരുന്ന് എല്ലാവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പോക്ക് മാത്രം, ജാപ്പനീസ് പോക്ക് ഡിഷസ് അല്ലെങ്കിൽ പോക്ക് ഡിഷസിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്പാനിഷ് റെസ്റ്റോറൻറ്റ് സെപ്പറേറ്റ് തുടങ്ങിയാൽ പോർക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലെ ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് കഴിക്കാമായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞിട്ട്. അപ്പോൾ അവർ മാനേജ്മെൻറ്റിനോട് പറയാൻ പറഞ്ഞിട്ട്, മാനേജ്മെൻറ്റ് ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ഒരു സെപ്പറേറ്റ് പോർക്ക് ഡിഷസ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, മുകളിൽ വേറൊരു ഡൈനിങ് സ്പേസിൽ പോർക്ക് മാത്രം കൊടുക്കുന്ന
ഒരു ഡൈനിങ് സ്പേസ് തന്നിരുന്നത് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു വരുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് കിച്ചണും വെച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോർക്ക് എന്താണ് പാനേഷ്യൻ പോർക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പേര് കിട്ടും ഞങ്ങൾക്ക്. കാരണം ഈ പോർക്ക് കഴിക്കാത്തവരെ കൊണ്ട് ഞങ്ങൾക്ക് പാടാണെന്നുള്ള അവസ്ഥയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ റാമൻ അതായത് പോർക്ക് ബേസ് ചെയ്തൊരു ഡിഷാണ്. അപ്പോൾ പോർക്ക് ചാസു എന്ന് പറഞ്ഞാൽ പോർക്ക് ബെല്ലി വെച്ചുണ്ടാക്കുന്ന ഡിഷാണ്. അത് അങ്ങനെ തന്നെ വേണം കഴിക്കാൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ് കേൾക്കുന്ന ബർഗർ ഉണ്ടല്ലോ, ബർഗർ ഫസ്റ്റ് പോർക്ക് വെച്ചിട്ടാണ് ബർഗർ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഹാംബർഗർ എന്ന് പറഞ്ഞാൽ ഹാം എന്ന് പറഞ്ഞാൽ പോർക്കാണ്. മട്ടൻ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എന്താണ് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് മട്ടൻ വെച്ചിട്ടാണ്. പോർക്കല്ല, മട്ടൻ വെച്ചിട്ട്. ബിരിയാണി പോർക്ക് വെച്ച് ഉണ്ടാക്കാറില്ല പൊതുവെ. അത് നമ്മുടെ ഇവിടെ ചെയ്ത പരിപാടിയാണ്. നമ്മുടെ ബിനമാസിൽ ഇപ്പോൾ വേറെ കുറച്ച് റെസ്റ്റോറൻറ്റിലും തൃശ്ശൂരൊക്കെ പോർക്ക് കിട്ടുന്നുണ്ട്, പോർക്ക് ബിരിയാണി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് റാമൻ ചിക്കനോ ബീഫ് അല്ല, ഇറ്റ് ഷുഡ് ബി ഹാഡ് വിത്ത് പോർക്ക് ബേസ് ചെയ്തിട്ടാണ് മിക്ക ജാപ്പനീസ് ഡിഷ്. ജാപ്പനീസുകാർ ഇത് കാണിച്ചതെന്ന് അവർ എന്താണ്ട് കാണിച്ചു വെച്ചതെന്ന് ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജാപ്പനീസ് ഡിഷസ് മിക്കതും പോർക്ക് അല്ലെങ്കിൽ പ്രോൺസ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഉണ്ട് ഭയങ്കര ബീഫ് വാഗ്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്, വാഗ്യൂ. കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മീറ്റാണ് അതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞത് പോർക്ക് കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ട് പറയട്ടോ, ഒന്നും തോന്നരുത്. എനിക്ക് പ്രത്യേക ഇന്ന വിഭാഗത്തോട് വിരോധം ഒന്നുമില്ല. എനിക്ക് എൻ്റെ പോർക്ക് കിട്ടാത്തതിൻ്റെ സങ്കടം പറയണമെന്നുള്ളൂ. അപ്പോൾ ഫുഡ് നല്ലതായിരുന്നു വെച്ചാൽ നല്ലത് തന്നെയാണ്. നല്ല ഹെവി ആയിരുന്നു. ഒറ്റ ഒരു കാര്യം മാത്രമാണ് ഞാൻ വീണ്ടും എടുത്തു പറയണത്, ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളത് തുറന്നു പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറാണ്, എല്ലാം ഒരു കുഴപ്പമില്ല. ലൈം ജ്യൂസ് 175 രൂപ കേട്ടപ്പോഴേക്കും ചങ്ക് അടഞ്ഞു സത്യം പറയാല. അത് മാത്രല്ല ഇതൊരുമാതിരി, കാരണം നമുക്ക് ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് കഴിച്ച് ശീലമാണ്. കാരണം തിയേറ്ററിൽ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചെല്ലുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ അപ്പുറം കാണുന്നതാണ്. പക്ഷേ എന്നാലും ഗ്യാസ് ഇല്ല ഗൈസ്, അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ല അവസ്ഥ എന്താണെന്നുള്ള. എനിവേസ് പോട്ടെ, എന്തായാലും നല്ല 2 ഫുഡ് കഴിച്ചതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇറ്റ് ഇസ് നോട്ട് ചീപ്പ്, ഞാൻ വീണ്ടും പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് ചീപ്പ്. നിങ്ങൾ പൈസയൊക്കെ കൂട്ടി വെച്ച് വന്ന് കഴിക്കേണ്ട ടൈപ്പ് ഒരു സാധനമാണ്. എന്തായാലും ആനിമൽ ലവേഴ്സിന് ഈ ഒരു മെനു കാണുമ്പോൾ സന്തോഷം വരും. അപ്പോൾ ഇവിടുത്തെ മറ്റുള്ള പാനേഷ്യൻ റെസ്റ്റോറൻറ്റ്സും റാമൻ സെർവ് ചെയ്യണം. പോർക്ക് പ്ലീസ്, പോർക്ക് ചാസു. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ജപ്പാനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് വെച്ചെന്നിങ്ങനെ ഉണ്ടാക്കി പ്ലീസ്.